കുറേ നാളായി ഞാൻ ഷോപ്പിംഗ് വ്ളോഗ്സൊക്കെ അപ്ലോഡ് ആക്കിയിട്ട്. വൺ ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ. പക്ഷെ കുറച്ചധികം നാളായിട്ട് ഞാൻ ജോബ് സ്വിച്ച് ചെയ്യേണ്ടതിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കുക, എഡിറ്റ് ചെയ്യുക അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ ഞാൻ ബാക്ക് ടു ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗ്സൊക്കെ ഇനി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഞാൻ ഇന്ന് ഐക്ക പോവാണ്. ഞാൻ തനിച്ചല്ല, എൻ്റെ ഫ്രണ്ടും അവളുടെ അമ്മയും കൂടി ഉണ്ട്. ബസ്സിന് പോവാൻ കുറച്ചധികം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മെട്രോയിലാണ് പോകുന്നത്. കുറച്ച് മന്ത്സ് മുന്നേ നമ്മൾ ഐക്കയിൽ പോയുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ പോകണം എന്നൊക്കെ. സോ ഓൾറെഡി ഞാൻ ഇതിൻ്റെ വ്ളോഗ് ഒരെണ്ണം അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ഐക്ക വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടവർ ഞാൻ മുകളിൽ എൻ്റെ പണ്ടത്തെ ഐക്ക വ്ളോഗ് ടാഗ് ചെയ്യാം. അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. നമ്മളെങ്ങനെയാണ് പോയതെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റേ ചെയ്യുന്ന സർജാപൂരാണ്. അപ്പം ഞാൻ സർജാപൂരിൽ നിന്ന് സിൽക്ക് ബോർഡ് മെട്രോ സ്റ്റേഷൻ വരെ പോയിട്ട് ഇന്ന് ഞാൻ യെല്ലോ ലൈനിൽ രാഷ്ട്രീയ വിദ്യാലയ റോഡിൽ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഗ്രീൻ ലൈനിൽ നമ്മൾ നാഗസാന്ദ്ര പോയത്. നാഗസാന്ദ്രയുടെ പ്ലാറ്റ്ഫോം 2 കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഐക്യയിൽ എത്താൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഐക്യ പോകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. അവിടെ ഷോപ്പിംഗ് ബാഗ് പ്രൊവൈഡ് ചെയ്യത്തില്ല. ബാഗ് വേണമെങ്കിൽ നമ്മൾ 199 149 എത്രയോ ഉണ്ട് അതിന് പ്രൈസ്. സോ പറ്റുന്നതും നമ്മൾ പോകുമ്പം ഒരു ഷോപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ ക്യാരി ബാഗ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ വളരെ കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ ഫുഡ് ഐറ്റംസൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. സോ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇറ്റ്സ് ബെറ്റർ നമ്മൾ ജലഹള്ളി അല്ലെങ്കിൽ യശ്വന്ത്പൂർ സൈഡൊക്കെ പോയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വേറെ സ്റ്റോപ്പിലേക്ക് പോകാൻ മെട്രോ അവൈലബിൾ ആണ്. ഇല്ലേ നമ്മൾ ഊബർ പിടിച്ച് പോകേണ്ട ദൂരേ ഉള്ളൂ. പിന്നെ നമ്മൾ വൺസ് ഐക്കയുടെ കയറി കഴിഞ്ഞാൽ ഒരു 2 to 3 hours എടുക്കും നമ്മൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് എത്താൻ. സോ അത്രയും നേരം നല്ല ടയേർഡായിരിക്കും. സോ നമ്മൾ മെട്രോ വഴി ഇല്ലെങ്കിൽ ഊബർ വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഓഫർ സെയിൽ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഐക്ക പോയത്. പക്ഷേ എനിക്ക് മുന്നേ പോയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊന്നും ഓഫർ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മളെ റൂം ഇല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് ഇത് ഐക്ക വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ യശ്വന്ത്പൂർ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. KFCയിലാണ് പോയത്. പിന്നെ നമ്മൾ 7 minutes പോളിസി എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അതായത് ഈ പോളിസി അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. KFCയിൽ ഒരു പോളിസി ഉണ്ട്. വിത്തിൻ 7 minutes നമുക്ക് ഫുഡ് ഡെലിവർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് അവർ എക്സ്ട്രാ പീസ് ചിക്കൻ തരും. അപ്പോൾ നമുക്ക് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഡേ. ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.